മാതാപിതാക്കളുടെ ഏറ്റവും പ്രയോറിറ്റി അവരുടെ മക്കളല്ലേ? മക്കള് തന്നെയാണ് അവരുടെ പ്രയോറിറ്റി. അടുത്ത തലമുറ തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കുടുംബത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ പഠിക്കാൻ ഹോസ്റ്റലിൽ വിടുന്ന ആള് നമ്മുടെ സഹപാഠി അല്ലെങ്കിൽ പഠിക്കാൻ ഹോസ്റ്റലിൽ വിടുന്ന ആൾക്കാര് കോമ്പസ് കൊണ്ട് വരഞ്ഞ് ആ മുറിവിലേക്ക് ലോഷൻ ഒഴിച്ച് ആ വീഡിയോ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി അത് കണ്ട് ആസ്വദിക്കുന്ന രീതിയിൽ കേരളത്തിലെ ക്യാമ്പസ് ഹോസ്റ്റലുകൾ മാറുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഇതുപോലെ ഒരു ദിവസ വേതനം നോക്കുമ്പോ 10,000-ലധികം രൂപ കിട്ടുന്ന രീതിയിൽ PSC ചെയർമാനും PSC അംഗങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം വർധനവുണ്ടാക്കുമ്പോൾ അടിസ്ഥാന കൂലി ചെയ്യുന്നവന് അവന്റെ ഡെയിലി കാര്യങ്ങള് അവന്റെ ദിനം പ്രതിയുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ട് എക്സ്ട്രീം ദൂർത്ത്, ചിന്തിക്കാൻ പറ്റാത്ത ദൂർത്തും ചിന്തിക്കാൻ പറ്റാത്ത ദാരിദ്ര്യവും മുഖത്തോട് മുഖം നോക്കി നിൽക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? പഠിച്ച് രാത്രി പകലാക്കി പഠിച്ച് PSC ലിസ്റ്റിൽ ഇടം പിടിച്ചവര് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്യേണ്ട ഗതികേട് വരുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? കുറെ നാൾ മുന്നേ നമ്മൾ വിചാരിച്ചു UK പോകണം, കാനഡയിൽ പോകണം. എന്റെ വീട്ടിൽ നിന്നും UK കാനഡയിലും ഒക്കെ എല്ലാവരും പോയിട്ടുണ്ട്. ഇവിടെയും എല്ലാവരും പഠിക്കാൻ വേണ്ടി ഭൂരിഭാഗം വീട്ടിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടാവും. മധ്യ കേരളത്തിലെ തൃശ്ശൂര്, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ഭാഗങ്ങളിൽ 90% വീടുകള് മക്കൾ പുറത്താണ്. അപ്പൊ അവർ അക്കാഡമിക് എക്സലൻസിന് വേണ്ടി ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ, മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഗ്ലോബൽ എക്സ്പ്ലോഷറിന് വേണ്ടിയിട്ട് അവര് പുറം രാജ്യത്തേക്ക് പോയാൽ നമുക്കത് അഭിമാനിക്കാം, നമുക്കത് വലിയ നേട്ടമായിട്ട് കാണാം. പക്ഷേ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് വിചാരിച്ച് വീട്ടില് 2 മക്കളുണ്ടെങ്കിൽ 2 പേരും, 3 മക്കളുണ്ടെങ്കിൽ 3 പേരും വിദേശത്തേക്ക് പലായനം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് യുവജനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.